കാര്യം കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചു കൊടുക്കുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്, കണ്ടോ, ഇവിടെ ഹോരേബ് പർവ്വതം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്. Here, let's read Exodus chapter 3, verse 1. We can see something that is of God. Now Moses kept the flock of Jethro, his father-in-law, the priest of Midian, and he led the flock to the backside of the desert and came to the mountain of God, even to Horeb. So this mountain Horeb is called as mountain of God. ഈ പർവ്വതം ദൈവത്തിൻ്റെതെന്ന് പറയാൻ കാരണം ഇതിനെ സൃഷ്ടിച്ചത് ദൈവമാണ്. സൃഷ്ടികർത്താവ് എന്ന നിലയിലാണ് ഈ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമായത്. This mountain is called the mountain of God because it was created by God. Because he is the created, this mountain become the mountain of God. 90-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ 2-ാം വാക്യത്തിൽ പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമളത്തെയും നിർമ്മിച്ചതിനും മുമ്പേ. അപ്പോൾ ഈ ഭൂമിയെ നിർമ്മിച്ചതായത്, ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതായത്, പർവ്വതത്തെ ഉണ്ടാക്കിയതായത് സ്വർഗത്തിലെ ദൈവം. 90-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ്. അപ്പോൾ സൃഷ്ടികർത്താവ് എന്ന നിലയിൽ ദൈവം പറയുന്നു, ഈ ഹോരേബ് ദൈവത്തിന്റെ പർവ്വതം, എന്റെ പർവ്വതം. So in the Psalms 90 verse 2, we can see that before the mountains were brought forth, or even thou hadst formed the earth and the world, even forming everlasting to everlasting, thou art God. So these mountains were created or formed by God. ഭൂമിയും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല എന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ തങ്ങളുടെ പ്രസംഗമധ്യേ പറയുന്നുണ്ട്. അപ്പം ഭൂമിയും ഭൂതലത്തിലുള്ള സകലവും ഉണ്ടാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. In the New Testament, the apostles say that on the earth or the things that is made by the hand, God doesn't dwell in there. So all these things are created by God. ദൈവത്തിൻ്റെതെന്ന് പറഞ്ഞിരിക്കുന്ന 2-ാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശ കയ്യിലെടുത്തു. കണ്ടോ, അപ്പോൾ മോശയുടെ കയ്യിലിരിക്കുന്ന വടി ദൈവത്തിന്റെ വടിയാണ്. In Exodus chapter 4 verse 20, we can see that, and Moses took his wife and his sons and set them upon an ass, and he returned to the land of Egypt. And Moses took the rod of God in his hand. So this rod is of God that Moses took. ഈ വടി എങ്ങനെയാണ് ദൈവത്തിന്റെ വടിയായത്? ഈ വടി ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ നിലത്തിട്ട വടിയാണ്. അതുകൊണ്ട് ഈ വടി ദൈവത്തിന്റെ വടിയായി. How this rod become rod of God? We know that this rod he put it in the presence of God on the floor and in the foot of God, and it become the rod of God. അപ്പോൾ ദൈവത്തിൻ്റെതാകണമെങ്കിൽ നിലത്ത് വീഴണം. നമ്മൾ ദൈവത്തിന്റെ വകയെന്ന് പറയാൻ കാരണം നമ്മളും ദൈവമുമ്പാകെ നമ്മളെ തന്നെ വീണ് കടന്നത് കൊണ്ടാണ്, നമ്മളെ തന്നെ സമർപ്പിച്ചത് കൊണ്ടാണ് നമ്മളും ദൈവത്തിന്റെ വകയായത്. So if it has to be called as of God, then you have to fall on the floor in front of God, in the presence of God. We also become
the one of God, we surrendered ourselves and we fell on the floor. We surrendered ourselves for God. ഇനി ദൈവത്തിൻ്റെതെന്ന് പറയുന്ന മൂന്നാമതൊരു കാര്യം, പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 16-ാം വാക്യം. അവനോട് പറയേണ്ടത് എന്തെന്നാൽ, മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ. അപ്പോൾ ഇസ്രായേൽ മക്കൾ ആരുടെ ജനം? ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനം. Another thing that is of God, we can see in Exodus chapter 7, verse 16, and thou shalt say unto him, the Lord God of the Hebrews hath sent me unto thee, saying, let my people go, that they may serve me in the wilderness. So this people is called as his people, God's people. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമാകാൻ കാരണം അബ്രഹാമിലൂടെ ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് ഈ ഇസ്രായേൽ ജനം. And Israelites become the people of God because God chose Israelites through Abraham. തന്നെയല്ല, പിന്നീട് പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ ഈ ജനത്തെ വിടിവിച്ചെടുത്തു. ചോരത്തളിയാൽ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ ജനമാക്കി മാറ്റപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനം. And not only that, after that, they were redeemed by the blood of the Passover lamb, and they were separated. So by that, they become the people of God. ഇനി ദൈവത്തിന്റെ എന്ന് പറയുന്ന നാലാമത്തെ കാര്യം, 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. 2 ശമൂവേൽ 6-ാം അധ്യായം 3-ാം വാക്യം. അവ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ദൈവത്തിന്റെ പെട്ടകം. And the fourth one that is of God, we can see in 2 Samuel chapter 6, verse 3. And they set the ark of God upon a new cart and brought it out of the house of Abinadab. That was in Gibeah. So here we can see the ark of God. ഈ പെട്ടകം ദൈവത്തിന്റെ പെട്ടകമാകാൻ കാരണം ദൈവ സാന്നിധ്യം വസിക്കുന്ന പെട്ടകമായതുകൊണ്ട് ഈ പെട്ടകം ദൈവത്തിന്റെ പെട്ടകമാണ്. And this ark become ark of God because the presence of the God is dwell in this ark. സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഹോളി ഓഫ് ഹോളീസ് വച്ചിരിക്കുന്ന ഉപകരണമാണ് ഈ പെട്ടകം, സാക്ഷീൻ പെട്ടകം, യഹോവയുടെ പെട്ടകം. ആ പെട്ടകത്തിന്റെ മുകളിൽ മേഴ്സി സീറ്റിൽ കൃപാസനത്തിലാണ് ഷെക്കേന, തേജസ്, ദൈവ സാന്നിധ്യം ഇറങ്ങി ആവസിക്കുന്നത്. And in the tabernacle, the most holy place, the ark is over there. Ark of God is over there, and in that ark is where God's presence, or God's Shekinah, the glory of God, dwells there. ഇനി 5 ദൈവത്തിൻ്റെതെന്ന് പറയുന്ന 5-ാമത്തെ കാര്യം, 46-ാം സങ്കീർത്തനം 4-ാം വാക്യം. 46-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അപ്പോൾ ദൈവത്തിന്റെ നഗരം, അത്യുന്നതന്റെ വിശുദ്ധ നിവാസം, ദൈവത്തിന്റെ വിശുദ്ധ നിവാസം. ഇവിടെ 2 കാര്യങ്ങൾ ദൈവത്തിൻ്റെതെന്ന് പറയുന്നു. ഒന്ന് ദൈവത്തിന്റെ നഗരം, മറ്റൊന്ന് ദൈവത്തിന്റെ നിവാസം. In Psalms 46, verse 4, we can see that there is a river, the streams whereof shall make
glad the city of God and the holy place of the tabernacle of the Most High. So here we can see two things that is of God. One is the city of God, and the other thing is the holy place of the tabernacle of the Most High. ഈ ദൈവത്തിന്റെ നഗരമെന്ന് പറയുന്നത് സ്വർഗീയ യെരൂശലേമിന്റെ കാര്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേം. അപ്പോൾ ദൈവത്തിന്റെ നഗരമെന്ന് പറയുന്നത് ഏതിനെ പറ്റി? സ്വർഗീയ യെരൂശലേമിനെ പറ്റിയാ. The city of God mentioned in the Psalms is about the heavenly Jerusalem. We can see that in Hebrews chapter 12, verse 22. But ye are come unto Mount Zion and unto the city of the living God, the heavenly Jerusalem, and to the innumerable company of angels. So the city of God is the heavenly Jerusalem. ആ സ്വർഗീയ യെരൂശലേമിൽ ആരൊക്കെ ഉണ്ടെന്നാണ് 22, 23, 24 വാക്യങ്ങളിലായിട്ടൊക്കെ പറയുന്നത്. ദൈവസഭയുണ്ട്, ദൈവദൂതന്മാരുണ്ട്, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവുണ്ട്, നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന യേശുവിന്റെ രക്തമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ആ സ്വർഗീയ യെരൂശലേം, ദൈവത്തിന്റെ നഗരം. And if in this city of God or the heavenly Jerusalem, what all things are there, we can see in the next few verses, 22, 23, 24 verses, we can see all those things that is in the heavenly Jerusalem. That is the company of angels, innumerable company of angels, the church, the people, all the apostles, the Christ is there, who is our mediator, and the blood of Christ is there. All these things we can see in the heavenly Jerusalem, that is the city of God. ദൈവത്തിൻ്റെതെന്ന് പറയുന്ന മറ്റൊരു കാര്യം, ദൈവത്തിന്റെ യാഗപീഠങ്ങൾ. 84-ാം സങ്കീർത്തനം 3-ാം വാക്യം. 84-ാം സങ്കീർത്തനം 3-ാം വാക്യം. കുതികളൊരു വീടും ഈവൽപക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അപ്പൊ ദൈവത്തിന്റെ യാഗപീഠങ്ങൾ. അപ്പൊ യാഗപീഠങ്ങൾ ദൈവത്തിൻ്റെതാണ്. അവിടെ അർപ്പിക്കുന്ന യാഗങ്ങൾ ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമാണ്. അത് ദൈവം മണത്തിട്ടാണ് ജനത്തെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ യാഗപീഠങ്ങൾ. And in Psalms 84 verse 3, we can see the altar of God. Here the sparrow had found an house, and the swallow a nest for herself, where she may lay her young. Even thine altars, O God, Lord of hosts, my King and my God. So there is an altar that is of God. ഇനി പുതിയ നിയമത്തിലേക്ക് വരും. പഴയ നിയമത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെതെന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ സഭ ദൈവത്തിൻ്റെതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. യഹൂദ മതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിച്ചു. ദൈവത്തിന്റെ സഭ. Even though there are a lot of things in the Old Testament that is of God, let us go into the New Testament and see a few things that's of God. In Galatians chapter 1 verse 13, for ye have heard of my conversation in time past in the Jews' religion, how that beyond measure I persecuted the church of God and wasted it. So church of God. 1 തിമോഥെയോസ് 3-ാം അധ്യായം 15-ാം വാക്യത്തിലും 1 തിമോഥെയോസ് 3-ാം അധ്യായം
15-ാം വാക്യത്തിലും സഭ ദൈവത്തിൻ്റെതാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. താം 14 വായിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ. അപ്പോൾ ദൈവത്തിന്റെ സഭ ആരുടേത്? ദൈവത്തിൻ്റെതാണ് സഭ. ദൈവാലയം ദൈവത്തിൻ്റെതാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭ. സഭ ദൈവത്തിന്റെ വകയാണ്. In 1 Timothy chapter 3 verse 15, we can see that, but if I tarry long, and that thou may know how thou ought to behave thyself in the house of God, which is the church of the living God, and the pillar and the ground of the truth. So church belongs to the God. Church is of God. നമ്മൾ അങ്ങനെയാണ് ദൈവത്തിന്റെ സഭയായത്. അതിന് കാരണമുണ്ട്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 28-ാം വാക്യം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. അപ്പൊ സഭ ദൈവത്തിന്റെ വകയാകാൻ കാരണം ഇതിന്റെ പിന്നിൽ ഒരു മുതലുമുടക്കുണ്ടായിരുന്നു. How we become the church of God, we can see that in Acts chapter 20 verse 28. Here we can see that there was a price paid to make us the church. Take heed therefore unto yourself and to all the flock over the which the Holy Ghost hath made you overseers to feed the church of God, which he hath purchased with his own blood. നമ്മളെ വീണ്ടെടുത്തത്, വിലയ്ക്ക് വാങ്ങിച്ചത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടാണ് കർത്താവ് സഭയെ വിലയ്ക്ക് വാങ്ങിയത്. We know that we are not purchased by the gold or silver or any other things that can diminish, that can perish, but we were purchased by the blood, the precious blood of our Jesus Christ. അപ്പോൾ നമുക്കൊരു ഉത്തരവാദിയുണ്ട്. വിലയ്ക്ക് വാങ്ങിച്ചവൻ ആ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭയെ സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, കേടുകൂടാതെ പരിപാലിക്കുവാൻ വിലയ്ക്ക് വാങ്ങിയവൻ ഉത്തരവാദിത്തമുള്ളവനാണ്. And so we have a responsible person who purchased us with the precious blood. So whoever purchased us with this blood is responsible for this church or for us. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ, യൂദായുടെ ലേഖനം 24-ാം വാക്യത്തിൽ, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. അപ്പോൾ കർത്താവ് നമ്മളെ വിലയ്ക്ക് വാങ്ങി, കർത്താവിന്റെ വകയായ നമ്മെ സൂക്ഷിച്ച് നമ്മളെ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാനും ശക്തിയുള്ളവനാണ്. So that's why in Jude chapter 1 verse 24 we can see that now unto him that is able to keep you from falling and to present you faultless before the presence of his glory with exceeding joy. So whoever purchased us with his blood, he is able to keep us from falling and keep us faultless in his presence. നമ്മള് ദൈവത്തിന്റെ മനുഷ്യരാണ്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മനുഷ്യരാണ്. We are the man of God. We all are all the people of God. വേദപുസ്തകത്തിൽ പല മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അതിലോട്ട് ഞാൻ ശ്രദ്ധ തിരിയുന്നില്ല. പല മനുഷ്യരെ പറ്റി ബൈബിളിൽ നമ്മളെ വായിക്കുന്നുണ്ട്. ഉദാഹരണമായി
പഴയ മനുഷ്യനെന്ന് പറഞ്ഞൊരു മനുഷ്യനെ നമ്മൾ വായിക്കുന്നുണ്ട്. In the Bible, we can see different types of man. For example, we can see a man who is old. റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ, റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. കണ്ടോ? അപ്പൊ നമുക്ക് ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഒരു ഓൾഡ് മാൻ, പഴയ പ്രകൃതം, നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ പാപ പ്രകൃതം, അതിനെയാണ് ഓൾഡ് മാൻ, പഴയ മനുഷ്യൻ എന്ന് വിളിക്കുന്നത്. In Romans chapter 6, verse 6, we can see, knowing this, that our old man is crucified with him, that the body of sin might be destroyed, that henceforth we should not serve sin. So this old character of ours is called as the old man. അത് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പല ഭാഗത്ത് ഈ ഓൾഡ് മാന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. എഫേസ് ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം, എഫേസ് ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യം, മുമ്പിലെത്തിയ നടപ്പ് സംബന്ധിച്ച ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, അവൾ ഈ ഓൾഡ് മാൻ ആയത് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ സ്വഭാവം, അതാണ് പഴയ മനുഷ്യൻ. Paul has written about this old man in his epistles. We can see in Ephesians chapter 4, verse 22, that he put off concerning the former conversation, the old man, which is corrupt according to the deceitful lust. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ ഈ ഓൾഡ് മാനെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 9-10, അന്യോന്യം ഭോഷ്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതു മനുഷ്യനെ ധരിച്ചു വധിക്കുന്നുവല്ലോ. അപ്പോൾ ആ ഓൾഡ് മാനെ കളഞ്ഞേച്ച് ഒരു ന്യൂ മാനെ നമ്മൾ ധരിച്ചിരിക്കുന്നു. In Colossians chapter 3, verses 9 and 10, also we can see this old man lie not one to another, seeing that he have put off the old man with his deeds and have put on the new man, which is renewed in knowledge after the image of him that created him. So we put off the old self and we put a new self into us. നമ്മൾ ഈ പഴയ മനുഷ്യനെ കളയുന്നത് സ്നാനത്തിലാണ്. നമ്മൾ സ്നാനപ്പെടുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുകയാണ്, ഉതിഞ്ഞു കളയുകയാണ്. എന്നിട്ട് സ്നാനജലത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യനായി നമ്മൾ പുറത്തു വരുന്നു. With baptism, we are burying our old man, and what we are doing is that by immersing, we are burying our old man in there, and we are coming out of the water as a new man. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ മനുഷ്യരാണ്, ദൈവത്തിന്റെ മനുഷ്യരായി ജീവിക്കുന്നവരാണ് ഈ ഭൂമി. So we are the man of God. We are the child of God, people of God, or man of God, and we are living in this world as a man of God. ആ ദൈവത്തിന്റെ മനുഷ്യന്റെ ചില പ്രത്യേകതകൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. From Timothy, the epistle of Timothy itself, I just want to point out certain things about certain special things about this man of God. നമ്മൾ നേരത്തെ കണ്ടു, എന്റെ മകനെ തിമോഥെയോസേ എന്ന് തിമോഥെയോസിനെ വിളിച്ചിട്ട് ആ തിമോഥെയോസിനെ പിന്നെ പൗലോസ് വിളിക്കുന്നു, നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. We have already seen that Paul called
him my son Timothy. And after that, we see in chapter 6 that he calls Timothy the man of God. നമ്മളെ തിമത്യോസിന്റെ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം ലേഖനത്തിലെ 2 വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്റെ മകനെ, ദൈവത്തിന്റെ മനുഷ്യൻ. 2 തിമത്യോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിൽ, തിമത്യോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം, അതിന് കൊടുത്തിരിക്കുന്ന പേര് 7-fold ക്രിസ്ത്യൻ കോളിങ്സ്. ഒരു ക്രിസ്ത്യാനിയുടെ 7 വിധത്തിലുള്ള വിളികൾ. അതാണ് 2 തിമത്യോസ് 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. And the second Timothy, when we come to 2 Timothy chapter 2, we can see certain things. And this chapter, 2 Timothy chapter 2, is called as the 7-fold Christian calling. So that's the name given to this chapter. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Let us see what all things or what these callings are. ദൈവത്തിന്റെ മനുഷ്യന്റെ 7 വിധത്തിലുള്ള വിളികൾ. അതിന്റെ ഒരു ക്രമാനുഗതമായ ഗ്രാജുവൽ ഗ്രോത്ത് ആ വിളിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ 1-ാമത്തെ കോളിംഗ്, 1-ാം വാക്യം, സൺ, എന്റെ മകനെ. ഇതാണ് 1-ാമത്തെ വിളി, എന്റെ മകൻ. So we can see 7 callings in this chapter, and it grows gradually. And the first one is the first verse. We see that, therefore, my son. So my son is the first calling. ദൈവത്തിന്റെ മനുഷ്യനായത് ഒന്ന്, അവൻ ദൈവത്തിന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. Who is the man of God? He is the child of God, or he's a son of God, or or she's a daughter of God, or he's a child of God. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനാകണമെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കണം. നമ്മള് ദൈവത്തിന്റെ മനുഷ്യരാണെന്ന് പറയാൻ കാരണം നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരായതുകൊണ്ട്. And to become a man of God, we have to be born of God. കാലാകാലങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. ആ നിലയിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണ്. And we know that in the time we all received Jesus Christ, and because he gave us the power to become his child of God, or son of God, by believing in his name, we all become the child of God. ഇനി ദൈവത്തിന്റെ മനുഷ്യനായത് സെക്കൻഡ് കോളിംഗ് 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിലെ വാക്യം 3. 3-ാം വാക്യത്തിൽ 2-ാമത്തെ വിളി കാണാം. ക്രിസ്തുവേശുവിന്റെ നല്ല ഭടൻ, ഗുഡ് സോൾജർ. ഇതാണ് സെക്കൻഡ് കോളിംഗ്. The second calling we can see in 2 Timothy chapter 2 verse 3. Thou therefore endure hardness as a good soldier of Jesus Christ. So the second calling is in this chapter is a good soldier. മകൻ അതുപോലെ ഇരുന്നാൽ ഒക്കത്തില്ല. മകൻ വളരണം, അവൻ പടയാളിയാകണം. ക്രിസ്തുവിന്റെ പടക്കൂട്ടത്തിലെ പടയാളിയാകണം. ക്രിസ്തുവിന്റെ പടയാളിയാണ് ദൈവത്തിന്റെ മനുഷ്യൻ. And a child should not stay like a child. He should grow, and he should become a soldier. So to a man of God will grow from a child to become a soldier, a good soldier of Jesus Christ. അവൻ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ പടച്ചട്ടകളൊക്കെ ആയുധങ്ങൾ, സത്യമെന്ന അരക്കെട്ടെന്നും
നീതി എന്ന കവചമെന്നും വിശ്വാസമെന്ന പരിചയെന്നും വചനമെന്ന വാള്, അവിടെ കാണുന്ന ഈ ആയുധങ്ങളൊക്കെ ധരിച്ച് പടക്കളത്തിൽ നിൽക്കുന്ന പടയാളിയാണ് ദൈവത്തിന്റെ മനുഷ്യൻ. So a man of God is like a soldier. We can see in Ephesians chapter 6, verse 13 onwards, that we can see that the child, the man of God or soldier of God should be wearing all those armor of God, and he should be ready to fight. So he should be like a soldier. ഇനി 3, ദൈവത്തിന്റെ മനുഷ്യൻ മൂന്നാമത് ആയത്, അല്ലെങ്കിൽ തേർഡ് ക്രിസ്ത്യൻ കോളിംഗ്. വാക്യം 5, 5-ാം വാക്യം, ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടം പ്രാപിക്കയില്ല. ഇവിടെ ഈ മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത്ര ആശയം കിട്ടത്തില്ല. ഈ ഗോദായിൽ ഇറങ്ങി ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നവൻ, അതായത് ഗുസ്തി നടത്തുന്നവൻ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് മല്ലയുദ്ധം ചെയ്യുന്നവൻ, അതാണ് മല്ലുകെട്ടുക എന്ന് പറഞ്ഞാൽ. ഇതാണ് തേർഡ് കോളിംഗ്, മല്ലുകെട്ടുന്നവൻ. And the third calling we can see in verse 5. And if a man also strive for masteries, is he not crowned, except he strive lawfully? So here it is not clear, but the one who goes into the stage and wrestle and fight, that kind of man, that a wrestler, that is what is the third calling is. അല്ലെങ്കിൽ ദാവീദും ഗോലിയാത്തുമായിട്ട് നടന്നത് ഈ മല്ലയുദ്ധമാണ്. എല്ലാ പടയാളികളും ഇല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഗോലിയാത്തിന്റെ വെല്ലുവിളി അതാണ്. ഞാൻ ഒരുത്തൻ എന്റെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരാള് ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്യാം. ആര് ജയിക്കുന്നു ആ സൈന്യം ജയിക്കും. അങ്ങനെ ദാവീദും ഗോലിയാത്തും തമ്മിൽ അവർ ഒറ്റയ്ക്കാണ് മല്ലുകെട്ടിയത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മല്ലുകെട്ടുക. മല്ലുകെട്ടുക എന്ന് പറഞ്ഞാൽ പടയാളി ഭടന് സപ്പോർട്ടുണ്ട്, സഹായികളുണ്ട്. അതാണ് സെക്കൻഡ് കോളിംഗ്. ഭടൻ പടയാളി എല്ലാവരും ഉണ്ട്. പക്ഷെ മല്ലുകെട്ടുന്നിടത്ത് ദാവീദ് മാത്രമേ ഉള്ളൂ. അങ്ങനൊരു കോളിംഗ് ഉണ്ട് ദൈവത്തിന്റെ മനുഷ്യർക്ക്. So if you look at David and Goliath, that fight, they are fighting each other. Only they are not fighting with a group or with an army or anything. They are fighting each other. That is another calling, that you had to fight yourself. You are in the field all by yourself. That kind of calling is the third calling as a wrestler. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനില്ലായിരുന്നു, കാണാനില്ലായിരുന്നു, വിളിക്കാനില്ലായിരുന്നു, കൈത്താങ്ങൽ തരാനില്ലായിരുന്നു എന്നൊന്നും നമ്മൾ പറയുന്നവരല്ല. നമ്മൾ പറയാനും പാടില്ല. എല്ലാവരുമായിട്ട് ചേർന്ന് നിന്ന് നമ്മൾ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കോളിങ്ങും ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. ഒറ്റയ്ക്ക് ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, ഒറ്റയ്ക്ക് അല്ലെങ്കിൽ കുടുംബമായിട്ട് മാത്രം. അങ്ങനെ ഒരു കോളിങ്ങും കൂടെ ദൈവത്തിന്റെ മനുഷ്യർക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. And we should not forget that we will experience certain time that we have to stand all alone and fight for ourselves, and we should not be complaining about that nobody was there. We should also know that there is a calling in our life that we have to fight our fights by ourselves. ഇനി നാലാമത്തെ കോളിംഗ്, That is the third calling. ദൈവത്തിന്റെ മനുഷ്യൻ നാലാമതേ ആയതാണ് ഫോർത്ത് കോളിംഗ്. വാക്യം 6, 6-ാമത്തെ വാക്യം, അധ്വാനിക്കുന്ന കൃഷിക്കാരൻ. അപ്പൊ ഇതാണ് നാലാമത്തെ കോളിംഗ്, ദി ഹസ്ബൻഡ്മാൻ. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആര്? ദൈവത്തിന്റെ മനുഷ്യൻ
അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ്. Fourth calling we can see in verse 6, the husbandman that laboreth must be first partaker of the fruits. So a man of God is otherwise known as a farmer or a husbandman. ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ തോട്ടത്തിൽ, സഭയാം തോട്ടത്തിൽ അധ്വാനിക്കുന്നവനാണ്. A man of God is the one who is one who labor in the garden, which is the church of God. ഈ തോട്ടത്തിൽ പല വിധത്തിലുള്ള വേലകളാണ്. കട്ട നിരത്തണം, നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. കട്ട നിരത്തുന്ന ജോലി, അതല്ലാതെ കൊണ്ടും കഴിയത്തില്ല. കട്ട നിരത്തണം, നിലം ഒരുക്കണം, വിത്ത് വിതയ്ക്കണം. അത് ചിലത് വിത്ത് വിതയ്ക്കുന്നു, നനയ്ക്കണം, വചനത്തിൽ കൂടിയൊക്കെ നനയ്ക്കണം, കള പതിച്ച് കളയണം. അത് വേദചലത അത് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഒരു കൊയ്ത്തുണ്ട്. അപ്പോൾ ഈ വയലിൽ വ്യത്യസ്തങ്ങളായ ജോലികളാണുള്ളത്. You can see in the Psalms, the husbandman or the farmer has to do a lot of things in this field that they had to plow. They had to prepare the land. They had to sow the seeds. They had to pour water. They had to give water, and the last they have to have and reap. They have to reap that. All these times, all these seasons, they have to do something. They have to labor in this field that is the church. എന്നാൽ എല്ലാവരും കൂടെ സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നാ കൊയ്ത്ത് ദിവസം. കൊയ്ത്ത് ദിവസമാണ് എല്ലാവരും, യജമാനനും തൊഴിലാളികളും എല്ലാവരും കൂടെ സന്തോഷിക്കുന്ന ദിവസമാണ് കൊയ്ത്ത് ദിവസം. And there is a day that we all enjoy, we all rejoice. That's the day of reaping. All the husbandmen, the people who worked hardly, all of them rejoice when the reaping day happens. ദൈവസഭയിലെ എല്ലാ വിശ്വാസികളും, കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും എല്ലാം ഈ വയലിൽ ജോലി ചെയ്യുന്ന കൃഷിക്കാരാണ്. തങ്ങളാൽ ആവുന്ന വിധത്തിൽ വേല ചെയ്യുന്നു, പുറകിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, കരയുന്നു, കൈത്താങ്ങൽ കൊടുക്കുന്നു, സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അങ്ങനെ വിവിധങ്ങളായ നിലയിൽ കർത്താവിന്റെ വയലിൽ നമ്മൾ ഓരോരുത്തരും അധ്വാനിക്കുന്ന കൃഷിക്കാരാണ് നാം. All the children of God, all the people of God, all the people in the church, all the members of the church are work in a different way in the church, like so many other things that we do. That we are the husbandmen or the farmers in this farmers of God. ഇനി അഞ്ചാമത്തെ ക്രിസ്ത്യൻ കോളിംഗ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ അഞ്ചാമതായതാണ് 15-ാം വാക്യം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. ഈ വേലക്കാരൻ, വർക്ക്മാൻ, ഇംഗ്ലീഷിൽ ഒന്നും കൂടെ ആശയം കിട്ടും. ഈ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അടുക്കള വേല ചെയ്യുന്നവനെ പറ്റിയോ ഇല്ലെങ്കിൽ കൂലി വേല ചെയ്യുന്നവനെ പറ്റിയോ അല്ല. ഈ വേലക്കാരൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് സ്മിത്ത്, സ്വർണ്ണ പണി ചെയ്യുന്നവൻ. അതല്ലാതെ കൊണ്ടും കഴിയത്തില്ല. കാർപ്പന്റർ, തടിയിൽ വേല ചെയ്യുന്നവൻ, ബ്ലാക്ക് സ്മിത്ത്. അപ്പോൾ അങ്ങനെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ വർക്ക്മാൻ അല്ലെങ്കിൽ വേലക്കാരൻ എന്ന് പറയുന്നത്. അതായത് ബുദ്ധി ഉപയോഗിച്ച് വേല ചെയ്യുന്ന വേലക്കാരൻ. In verse 15, we can see the fifth calling, study to show thyself prudent to God, a workman that needeth not to be ashamed, rightly dividing the word of truth. So here a workman
is a workman of God. I mean, the other thing that we can see that a goldsmith, a carpenter, who uses their talent, their trades, and work. That kind of workman is mentioned here. So the fifth calling is as a workman. ഇപ്പോൾ സമാഗമന കൂടാരം പണിയാൻ വേണ്ടി മോശയെ സഹായിക്കാൻ ബസലേലിനെയും ഒഹലിയാബിനെയും ഞാൻ ആത്മാവിനാൽ നിറച്ചു. അവര് കൗശലപ്പണി ചെയ്തു. രത്നം, സ്വർണം, വെള്ളി, അതെല്ലാം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസലേല്, ഒഹലിയാബ് അവരാണ് വർക്ക്മാൻ. അല്ലാതെ ഈ കൂലിപ്പണി ചെയ്യുന്ന ആ നിലയിലല്ല വർക്ക്മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി ഉപയോഗിച്ച്, ജ്ഞാനം ഉപയോഗിച്ച് കൗശലപ്പണി ചെയ്യുന്ന വർക്ക്മാൻ. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനായത് ബുദ്ധിയോടുകൂടി കർത്താവിന്റെ വേല ചെയ്യുന്നവൻ. And the workmen, as mentioned in the Exodus, when Moses had to build the tabernacle, God has Bezalel and Oholiab and give them wisdom to build that tabernacle, and they worked with the jewels and the gold and all those things. So that kind of workmanship or trade with the wisdom, that is what is mentioned here, not the laborers. ഇനി ആറാമത്തെ ക്രിസ്ത്യൻ കോളി അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ ആറാമത് ആരാണ്? വാക്യം 21 വാക്യം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലക്കൊക്കെ ഒതുങ്ങിയിരിക്കുന്ന മാനപാത്രം. അതാണ് ആറാമത്തെ ആ കോളി, ഗുഡ് വെസൽ. അതായത് മാനപാത്രം. ദൈവത്തിന്റെ മനുഷ്യൻ മാനപാത്രമാണ്. The sixth calling we can see in verse 21. If a man therefore purge himself from these, he shall be a vessel unto honor, sanctified and meet for the master's use, and prepared unto very good works. So the sixth calling of a man of God is he is a vessel of honor to the master. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യൻ ആ മാനം സൂക്ഷിച്ചുകൊണ്ട്, മാന്യത സൂക്ഷിച്ചുകൊണ്ട് എല്ലായിടത്തും ജീവിക്കുന്നവനാണ് ദൈവത്തിന്റെ മനുഷ്യൻ. So a man of God is the one who keeps that honor every place that he goes. ഇനി ഏഴാമത്തെയും ഒടുവിലത്തെയുമായ വിളി അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യൻ ആരാണ്? വാക്യം 24. കർത്താവിന്റെ ദാസൻ. ചണ്ടയിടാതെ നമുക്ക് ആ പേര് കിട്ടിയാൽ മതി. സർവന്റ് ഓഫ് ദ ലോർഡ്. ഇവിടെ ദാസൻ എന്ന് പറയുന്നത് അടിമ എന്ന അർത്ഥത്തിലാണ്, സ്ലേവ് എന്ന അർത്ഥത്തിലാണ് ദാസൻ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And the seventh calling of a man of God we can see in verse 24. And the servant of the Lord. Here the word servant is used as a slave for the master. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യൻ ദൈവത്തിന്റെ ദാസനാണ്. ചോദ്യം ചെയ്യാം, യജമാനനെ അനുസരിക്കുന്ന അടിമയാണ് ദൈവത്തിന്റെ മനുഷ്യൻ. So a man of God is like a slave, a servant to God, who will never questions the master, and that's the seventh calling of a man of God. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ ഓർക്കണം, ഈ 7 കാര്യങ്ങളാലാണ് നമ്മൾ ദൈവത്തിന്റെ മനുഷ്യരായത്. And when we were called as a man of God, we should understand that with the 7 callings, we become the man of God. ഒന്ന്,
നാം ദൈവത്തിന്റെ മകനായതുകൊണ്ട് മകളായതുകൊണ്ട് നാം ദൈവത്തിന്റെ മനുഷ്യനായി. So the first, because we are the child, we are a son or a daughter of God. That is why we become the man of God. രണ്ട്, നാം ദൈവത്തിന്റെ പടയാളി ആയതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ മനുഷ്യനായി. And second, we become the soldier of God. That's why we become the man of God. മൂന്ന്, നാം ശത്രുവുമായി ദ്വന്ദ്വ യുദ്ധം ചെയ്യുന്നു, അതുകൊണ്ട് നാം ദൈവത്തിന്റെ മനുഷ്യനായി. And the third, we wrestle against the enemy all by ourselves. That is why we become the man of God. നാല്, നാം കർത്താവിന്റെ വയലിൽ വേല ചെയ്യുന്ന കൃഷിക്കാരാണ്, അതുകൊണ്ട് നാം ദൈവത്തിന്റെ മനുഷ്യരായി. And fourth, we are the farmers or the husbandman in the field of God, who works, who labors. That's why we become the man of God. അഞ്ച്, നാം സ്കിൽഡ് വർക്കേഴ്സ് ആണ്, അതുകൊണ്ട് നാം ദൈവത്തിന്റെ മനുഷ്യരായി. And fifth, we become the workmen. We are the skilled workmen. That is why we are the man of God. ആറ്, നമ്മള് മാനപാത്രങ്ങളായി, ഗുഡ് വെസൽ ആൻഡ് ഹോണർ, അതുകൊണ്ട് നാം ദൈവത്തിന്റെ മനുഷ്യരായി. And sixth, we are good vessel of honor. That is why we are the man of God. ഏഴാമത്, നമ്മള് കർത്താവിന്റെ ദാസന്മാരാണ്, അതുകൊണ്ട് നാം ദൈവത്തിന്റെ മനുഷ്യരായി. And seventh, we are the servants of God. That is why we become the man of God. ഒന്നാമത്തെ വിളി മകൻ, ഏഴാമത്തെ വിളി ദാസൻ. അതാണ് ആ ഗ്രാജുവൽ ഗ്രോത്ത്. And the first calling is a son, and the last calling, the seventh calling, is a servant, a slave, a servant. That's a gradual growth. അതെ, നമുക്ക് ദൈവത്തിന്റെ മനുഷ്യരായി തന്നെ തുടർന്ന് ജീവിക്കാൻ ഈ പുതുവർഷത്തിൽ ദൈവത്തിന്റെ മനുഷ്യരായി നമുക്ക് തുടർന്ന് ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. And let us lead our life as a man of God in this new year. May God bless you with this. Thank you, Pastor. Thank you, Binoy. ഈ വിശുദ്ധ ദിവസം കർത്താവിന്റെ ദാസൻ